ഒരു ക്യാപ്റ്റൻ അന്ന് കൊന്നത് 32 പേരെ. 2012 ജനുവരി 13 ഇറ്റലിയിലെ ജീലിയോ ദ്വീപ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ആഡംബര കപ്പൽ 1,14,000 ടൺ ഭാരമുള്ള ഒരു ആഡംബര കപ്പൽ തലകുത്തി മറിഞ്ഞു കിടക്കും. 4,252 ആൾക്കാരെയും കൊണ്ട് യാത്ര ചെയ്ത ഈ കപ്പലിൽ 32 പേർ മരിച്ചു. ഈ കഥയ്ക്കൊരു വില്ലനുണ്ട്. അഹങ്കാരത്തിന് വേണ്ടി 32 പേരുടെ ജീവൻ കുരുതി കൊടുത്ത ഒരു വില്ലൻ്റെ കഥ. ഇതൊരു സാധാരണ ഷിപ്പല്ല. ഇറ്റലിയിലെ ഫിൻകെൻറ്റിയേറി എന്ന് പറഞ്ഞ ഷിപ്പ് ബിൽഡിംഗ് കമ്പനി ആ സമയത്ത് ഉണ്ടാക്കിയ സമയത്തെ ഏറ്റവും വലിയ കപ്പലിലൊന്നായിരുന്നു. 290 മീറ്റർ വലിപ്പമുള്ള ഈ കപ്പൽ ഏകദേശം 4 ഫുട്ബോൾ സ്റ്റേഡിയത്തിന് വലിപ്പമുണ്ട് ഒന്നിച്ചു വെച്ചാൽ ഈ കപ്പലിന്. ഒരു കപ്പൽ ദുരന്തം എന്നൊക്കെ പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ടൈറ്റാനിക് ദുരന്തമാണ്. ടൈറ്റാനിക് ആ സമയത്ത് ഏറ്റവും വലിയൊരു ദുരന്തമായിരുന്നു. മരിച്ച ആളുകളുടെ എണ്ണത്തിൽ ഇന്നും നോക്കുമ്പോൾ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്ന്. പക്ഷെ കപ്പൽ തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ടൈറ്റാനിക് നമ്മുടെ ഇന്നത്തെ കഥയിലെ ഷിപ്പായ കോസ്റ്റ കോൺകോർഡിയ എന്ന് പറഞ്ഞ ഷിപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ചെറുതാണ്. ചുരുക്കി പറഞ്ഞാൽ ടൈറ്റാനിക്കിനേക്കാൾ 2.5 ഇരട്ടി വലിയൊരു ഷിപ്പാണ് കോസ്റ്റ കോൺകോർഡിയ. കാർണിവൽ ക്രൂയിസ് എന്ന് പറഞ്ഞ വമ്പൻ കമ്പനിയുടെ കീഴിലുള്ള കോസ്റ്റ ഡിവിഷൻ്റെ ഒരു ഷിപ്പായിരുന്നു കോസ്റ്റ കോൺകോർഡിയ. 3,780 പാസഞ്ചേഴ്സിന് താമസിക്കാനുള്ള സ്ഥലം, 1,100 ജീവനക്കാർക്ക് പണിയെടുക്കാനും അവർക്ക് താമസിക്കാനുള്ള സ്ഥലം, 13 ബാർ, 5 റെസ്റ്റോറൻറ്റ്സ്, 6 ജക്കൂസി, ഒരു ജിമ്മ്, 3 നിലയുള്ള തിയേറ്റർ, ഒരു മിനി തിയേറ്റർ, കോൺഫറൻസ് ഹാൾസ്, ഒരു ബാസ്കറ്റ്ബോൾ കോർട്ട്, ഒരു വലിയ കസീനോ, ഒരു പൂൾ സൈഡ് തിയേറ്റർ, പിള്ളേർ കളിക്കാനുള്ള ഗെയിമിംഗ് ആർക്കേഡ്, ഒരു ഫോർമുല 1 സിമുലേറ്റർ, ലൈബ്രറി, ഒരു ഇൻ്റർനെറ്റ് കഫേ, പ്രാർത്ഥിക്കാനൊക്കെ ഒരു ചാപ്പൽ. ചുരുക്കി പറഞ്ഞാൽ 17 നിലകളിൽ ഒരു ഫ്ലോട്ടിംഗ് സിറ്റി തന്നെയായിരുന്നു കോസ്റ്റ കോൺകോർഡിയ. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റ് പറയട്ടെ. നമ്മൾ പുതിയ ക്രൂയിസ് കപ്പലൊക്കെ ആദ്യമായിട്ട് വെള്ളത്തിൽ ഇറക്കുമ്പോൾ ഒരു ചടങ്ങുണ്ട്. ഒരു ഷാമ്പെയിൻ ബോട്ടിൽ അതിൽ എറിഞ്ഞുടച്ചാണ് കപ്പൽ ആദ്യമായി യാത്ര തിരിക്കുന്നത്. പക്ഷേ കോസ്റ്റ കോൺകോർഡിയുടെ കാര്യത്തിൽ ഒരു സംഭവം നടന്നു. അന്ന് അവർ എറിഞ്ഞ ഷാമ്പെയിൻ കുപ്പി പൊട്ടിയില്ല. കണ്ടിരുന്നവർ ഇതൊരു ദുശകനമായിട്ടാണ് പറഞ്ഞത്. ചിലപ്പോൾ അന്ന് ആ കുപ്പി പൊട്ടിയിരുന്നെങ്കിൽ ആ ഷിപ്പിന് ആ ഗതി വരില്ലായിരുന്നു. 2006 മുതൽ നമ്മുടെ കോസ്റ്റ കോൺകോർഡിയ ഒരു നിശ്ചിത റൂട്ടിലാണ് ഓടിക്കൊണ്ടിരുന്നത്. ചിലപ്പോൾ 5 ഡേ ക്രൂയിസ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ 7 ഡേ ക്രൂയിസ് ഉണ്ടായിരിക്കും. പക്ഷേ ഒരു ക്രൂയിസ് കഴിയുന്ന ദിവസം അത് ഉറപ്പായിട്ടും അത് തുടങ്ങിയ സ്ഥലത്ത് തന്നെ എത്തും. അതാണ് ക്രൂയിസ് ഷിപ്പിൽ ചെയ്യുന്നത്. നമ്മുടെ കോസ്റ്റ കോൺകോർഡിയ സ്ഥിരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന റൂട്ട് മെഡിറ്ററേനിയൻ റൂട്ടാണ്. മെഡിറ്ററേനിയൻ അല്ലെങ്കിൽ യൂറോപ്പ് റൂട്ട് എന്ന് പറയും. സ്പെയിന്, ഇറ്റലി, ഫ്രാൻസ് ഈ റൂട്ടിലായിരുന്നു കോസ്റ്റ കോൺകോർഡിയ ഓടിക്കൊണ്ടിരുന്നത്. കോസ്റ്റ കോൺകോർഡിയ അന്ന് ഓടിക്കൊണ്ടിരുന്ന റൂട്ടിലെ ആദ്യത്തെ പോർട്ടായിരുന്നു ചിവിറ്റ വെക്കിയ, ഇറ്റലിയിലെ ചിവിറ്റ വെക്കിയ. ഇത്രയുമായില്ലേ, നമുക്കിനി ഈ ഷിപ്പിന്റെ ക്യാപ്റ്റനെ ഒന്ന് പരിചയപ്പെടാം. ഫ്രാൻസിസ്കോ സ്കെറ്റീനോ. കോസ്റ്റ കോൺകോർഡിയയുമായിട്ട് 16 വർഷത്തെ ബന്ധം. അന്ന് ഈ ഇൻസിഡന്റ് നടക്കുമ്പോൾ 52 വയസ്സ്. അന്ന് ഈ ദിവസം വരെ കോസ്റ്റ കോൺകോർഡിയ എന്ന കമ്പനിയിൽ വളരെ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു പുരുഷൻ. പക്ഷേ അന്ന് ആ ഒരു ഇൻസിഡന്റ് അദ്ദേഹത്തിന്റെ ജീവിതവും അന്ന് ആ ഷിപ്പിലുണ്ടായിരുന്ന 4,252 പേരുടെ ജീവിതവും മാറ്റി. സ്കെറ്റീനോ ജനിച്ചത് ഒരു നാവികരുടെ കുടുംബത്തിലായിരുന്നു. അപ്പനും അപ്പൂപ്പന്മാരെല്ലാം നാവികരായിരുന്നു. 2006 കോസ്റ്റ കോൺകോർഡിയ ലോഞ്ച് ചെയ്തപ്പോൾ അന്ന് ആദ്യമായിട്ട് കമാൻഡ് ഏറ്റെടുത്തത് നമ്മുടെ സ്കെറ്റീനോ ആയിരുന്നു. സ്കെറ്റീനോ ഇതിന് മുൻപ് ഒരു ഇൻസിഡന്റ് ഉണ്ടാക്കിയായിട്ട് റിപ്പോർട്ടുണ്ട്. എയ്ഡ ബ്ലൂ എന്ന് പറഞ്ഞ കപ്പലിൽ എക്സസീവായി സ്പീഡിൽ പോയിട്ട് ഒരു ഇൻസിഡന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അന്ന് അത് ഡാമേജ് ഒന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് അവർ കേസൊന്നും ഫയൽ ചെയ്തില്ല. നമ്മുടെ സ്കെറ്റീനെ പറ്റി ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് പറയട്ടെ. ഈ ഇൻസിഡന്റ് 2012 ഈ ഇൻസിഡന്റ് നടന്നിട്ട് 2014 അദ്ദേഹം റോമിലൊരു യൂണിവേഴ്സിറ്റിയിൽ പാനിക് മാനേജ്മെന്റ് എന്ന സബ്ജക്റ്റിൽ ഒരു സെമിനാർ എടുത്തു. എന്തൊരു സർക്കാസം അല്ലേ. നമുക്ക് അന്ന് ആ കപ്പൽ ട്രാവൽ ചെയ്ത ആ ദിവസത്തിലേക്കും തിരികെ വരാം. അന്ന് ആ കപ്പൽ ജിലിയോ ദ്വീപിനോട് അടുത്ത് വന്നപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ സ്കെറ്റീനോ സെയിൽ ബൈ സല്യൂട്ട് എന്നൊരു ട്രഡീഷൻ ചെയ്യാൻ തീരുമാനിച്ചു. അതായത് വളരെ അടുത്തൂടെ ഷോറിൻ്റെ അല്ലെങ്കിൽ ദ്വീപിന് വളരെ അടുത്തൂടെ ചേർന്ന് പോകുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സെയിൽ ബൈ സല്യൂട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ആ കപ്പൽ ആ ദ്വീപിലുള്ളവർക്ക് സല്യൂട്ട് കൊടുക്കുക, റെസ്പെക്റ്റ് കൊടുക്കുക എന്നൊരു ട്രഡീഷനാണ് ഇതിന് പിന്നിലുള്ളത്. എന്തിനാണ് അന്ന് അങ്ങനെ ഒരു സല്യൂട്ട് കൊടുത്തത് എന്നതിന് ഉത്തരമായിട്ട് നമ്മുടെ സ്കെറ്റീനോ ഈ ഇൻസിഡൻറ്റ് കഴിഞ്ഞിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത്, മരിയോ പലോംബോ എന്ന് പറഞ്ഞൊരു ക്യാപ്റ്റൻ, സ്കെറ്റീനോ പറയുന്നത് ഇവർ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ്. പലോംബോ താമസിക്കുന്നത് നമ്മുടെ ജിലിയോ ദ്വീപിലാണ്. സോ അന്ന് അദ്ദേഹം അവിടെ ഉണ്ടെന്ന് വിചാരിച്ച് സ്കെറ്റീനോ സെയിൽ ബൈ സല്യൂട്ട് ചെയ്തു. പക്ഷേ സത്യം എന്തെന്നാൽ അന്ന് നമ്മുടെ പലോംബോ ആ ദ്വീപിലില്ലായിരുന്നു. ഒരു സെയിൽ ബൈ സല്യൂട്ട്, ഒരു ഹലോ, ഇതിനുവേണ്ടി 1.25 ലക്ഷത്തോളം ഭാരമുള്ള ഒരു കപ്പൽ, 4,000-ലധികം ആൾക്കാരുടെ ജീവൻ, ഒരു ഹലോയ്ക്ക് വേണ്ടി
നമ്മുടെ ക്യാപ്റ്റൻ പണയം വെച്ച് ഇതൊക്കെയാണ്. ഇത് ഒരിക്കലും ഒരു അപ്രൂവ്ഡ് റൂട്ടല്ലായിരുന്നു. ഒരിക്കലും കരയോട് ചേർന്ന് ഇത്ര സഞ്ചരിക്കാൻ ഒരു കപ്പലിനും അവകാശമില്ല. എന്നിട്ടും ഷിപ്പിന്റെ മാസ്റ്റർ എന്ന ഒറ്റ അധികാരത്തിൽ നമ്മൾ സ്കെറ്റിനോ ദ്വീപിനോട് ഇത്രയും ചേർന്ന് കപ്പൽ കൊണ്ടുപോയി. ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് പറയട്ടെ, ഷിപ്പിന്റെ ക്യാപ്റ്റനെ മാസ്റ്റർ എന്നുകൂടി വിളിക്കും. എന്താണെന്നല്ലേ, ഒരു ഷിപ്പ് കടലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പരമാധികാരം അതിൻ്റെ ക്യാപ്റ്റനാണ്. അത് വാങ്ങിച്ചിട്ട് കമ്പനിക്കോ പൈസ മുടക്കിയോ ഓണർക്കോ അല്ല. കാരണം കടൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു സിറ്റുവേഷനാണ്. ഏത് നിമിഷം എന്ത് വേണേലും നടക്കാം. സോ അവിടെ ഒരു ക്യാപ്റ്റൻ അദ്ദേഹത്തിൻ്റെ യുക്തിക്കനുസരിച്ച് തീരുമാനം എടുക്കാനെ കൊണ്ടാണ് ഇത്രയും അധികാരം ആ ക്യാപ്റ്റന് കമ്പനി നൽകിയിരിക്കുന്നത്. അന്ന് ആ ദിവസം വേറെ 2 സംഭവങ്ങളോട് നടന്നിരുന്നു. അന്ന് ക്യാപ്റ്റൻ നമ്മൾ സ്കെറ്റിനോ ബ്രിഡ്ജിൽ നാവിഗേറ്റ് ചെയ്യുന്ന ബ്രിഡ്ജിൽ പ്രവേശിച്ചത് മദ്യപിച്ചിട്ടായിരുന്നു. IMOയുടെ കൺവെൻഷൻ പ്രകാരം, അതായത് മാരിടൈം ലോസ് പ്രകാരം, ബ്രിഡ്ജിലെ നാവിഗേറ്റിംഗ് ഓഫീസറുടെ ബ്ലഡ് ആൽക്കഹോൾ ലെവൽ 0% ആയിരിക്കണം. പക്ഷേ അന്ന് സ്കെറ്റിനോ മദ്യപിച്ചിട്ടാണ് ബ്രിഡ്ജിൽ നാവിഗേഷൻ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. അത് പോരാഞ്ഞിട്ട് അന്ന് സ്കെറ്റിനോയുടെ കൂടെ ഒരു ലേഡി ഉണ്ടായിരുന്നു. പിന്നെ ട്രയലിൻ്റെ സമയത്താണ് ആ ലേഡി അദ്ദേഹത്തിൻ്റെ കമ്പാനിയനാണ്, ലവറാണെന്ന് മനസ്സിലായത്. ഈ ലേഡിയെ ഇംപ്രസ് ചെയ്യാൻ കൂടെ വേണ്ടിയാണ് അന്ന് സ്കെറ്റിനോ ദ്വീപിനോട് ഇത്രയധികം ചേർന്ന് കപ്പൽ ഓടിച്ചത്. 2012 ജനുവരി 13 രാത്രി 9:45 ജിലിയോ പോർട്ടിൽ നിന്ന് ഏകദേശം 500 മീറ്റർ മാത്രം അകലെ സ്കോഗ്ലി ഡെലെസ്കോൾ എന്നൊരു റോക്ക് ഫോർമേഷൻ ഉണ്ട്. ഇത് നാവിഗേഷൻ ചാർട്ടിൽ ക്ലിയർലി മാർക്ക്ഡ് ആണ്. പക്ഷേ ഈ റൂട്ട് അപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ സ്കെറ്റിനോ ഈ ചാർട്ട് യൂസ് ചെയ്തിരുന്നില്ല. ഏതാനും സെക്കൻഡുകൾ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. ഒരു വലിയ ശബ്ദം കേട്ടു. കപ്പലിൻ്റെ പോർട്ട് സൈഡ്, അതായത് ഇടതുവശത്ത് 53 മീറ്റർ നീളത്തിൽ വലിയൊരു കീറൽ. കടൽ വെള്ളം കപ്പലിലേക്ക് ഇരച്ചു കയറി. എൻജിൻ റൂം കംപ്ലീറ്റ്ലി ഫ്ലഡഡായി. പവർ അന്നേരം തന്നെ പോയി. കപ്പലിനുള്ളിൽ 3200ഓളം പാസഞ്ചേഴ്സ്, 1200ലധികം ജീവനക്കാർ, ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ, പൂളിൽ റിലാക്സ് ചെയ്യുന്നവർ, കൊച്ചുകുട്ടികളെ ഉറക്കിക്കൊണ്ടിരിക്കുന്ന പേരൻസ്. ഒന്നും അറിയാതിരുന്ന ഇവരുടെ ഇടയിലേക്ക് കംപ്ലീറ്റ് പാനിക്കാണ് ഉണ്ടായത്. കപ്പൽ ഒരു വശത്തേക്ക് ചരിയാൻ തുടങ്ങി. ഉള്ളിലെ സാധനങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മറിയാൻ തുടങ്ങി. ഒരൊറ്റ നിമിഷം ഡിന്നർ പ്ലേറ്റുകൾ താഴെ വീഴുന്നു, ഗ്ലാസുകൾ പൊട്ടിത്തെറിക്കുന്നു, ആളുകൾ തട്ടി വീഴുന്നു. എങ്ങും കംപ്ലീറ്റ് പാനിക് മാത്രം. ആർക്കും മനസ്സിലായില്ല എന്താ സംഭവിക്കുന്നതെന്ന്. എങ്ങും ഇരുട്ട് മാത്രം. ആൾക്കാർക്ക് എങ്ങോട്ട് പോകണമെന്നറിയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. ഉടനെ കപ്പലിൻ്റെ അപായ സൈറൺ മുഴങ്ങി. ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ്റെ റൂൾ അനുസരിച്ച് അബാൻഡൻ ഷിപ്പ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിൽ കപ്പൽ കംപ്ലീറ്റ്ലി ഒഴിഞ്ഞിരിക്കണം. പക്ഷേ നമ്മുടെ സ്കെറ്റിനോ 1 മണിക്കൂറോളം വൈകിച്ചു അബാൻഡൻ ഷിപ്പ് ഓർഡർ കൊടുക്കാനൊക്കെ. അന്ന് അദ്ദേഹം സമയത്ത് അബാൻഡൻ ഷിപ്പ് ഓർഡർ കൊടുക്കുകയായിരുന്നെങ്കിൽ നമുക്ക് ഈ 32 ജീവൻ സേവ് ചെയ്യാൻ പറ്റുമായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞു. സ്കെറ്റിനോ എങ്ങും കാണാനില്ല. നോർമലി ഒരു ഷിപ്പിലെ ക്രൂ ഇങ്ങനെ എന്തെങ്കിലും അപായം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ ഇവാക്യുവേഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യും. ഇവർക്ക് ഇതിനെല്ലാം ഉള്ള ട്രെയിനിങ് ഉണ്ട്. ലൈഫ് ബോട്ട്സ് ഇറക്കാൻ തുടങ്ങി, ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കോർഡിനേറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ സ്കെറ്റിനോയെ മാത്രം എങ്ങും കണ്ടില്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, ഒരു അപായം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തുമാത്രം പാനിക്കാണ് ഉണ്ടാകുന്നത്. കടലാണ്, എങ്ങോട്ടും പോകാനില്ല, കര പോലെയല്ല. ഇതിനെല്ലാം ഉത്തരവാദിത്തോടെ ലീഡ് ചെയ്യേണ്ട സ്കെറ്റിനോയെ അന്ന് ആരും കണ്ടില്ല. കുറച്ച് കഴിഞ്ഞ് കോസ്റ്റ് ഗാർഡിൻ്റെ ഹെലികോപ്റ്റർ ഒരു കാഴ്ച കണ്ടു. ലൈഫ് ബോട്ടിൽ നമ്മുടെ സ്കെറ്റിനോ ഇരിക്കുന്നു. ആ സമയത്ത്, ആ നിമിഷം 300ലധികം പാസഞ്ചേഴ്സ് സ്റ്റിൽ നമ്മുടെ കോസ്റ്റ കോൺകോർഡിയയിലുണ്ട്. ഒരു എഴുതപ്പെടാത്ത നിയമമുണ്ട്. ഒരു ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ അതിലെ മുഴുവൻ പാസഞ്ചേഴ്സിനെ രക്ഷപ്പെടുത്തിയതിന് ശേഷം മാത്രമേ സ്വയം രക്ഷപ്പെടാവൂ. പക്ഷേ അന്ന് കോസ്റ്റ കോൺകോർഡിയയിൽ 300ലധികം ആൾക്കാർ സ്വന്തം ജീവന് വേണ്ടി യാചിക്കുമ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ ലൈഫ് ബോട്ടിൽ സ്വയം രക്ഷപ്പെടുകയായിരുന്നു. ഈ ഒരു നിമിഷം, ഈ ഒരു ഇമേജ് സ്കെറ്റിനോയെ ലോകമറിഞ്ഞ ഏറ്റവും വലിയൊരു വില്ലനാക്കി മാറ്റി. അന്ന് ലോകം ഒരു കോൾ സംഭാഷണം കേട്ടു. കോസ്റ്റ് ഗാർഡ് ക്യാപ്റ്റൻ ഗ്രിഗോറിയോ ഡെൽ ഫാൽക്കോ നമ്മുടെ സ്കെറ്റിനോട് സംസാരിക്കുന്ന സന്ദേശം. Il comandante Schettino, comandante. Schettino? Sì. Ascolti Schettino, ci sono persone intrappolate a bordo, adesso lei va con la sua scialuppa sotto la prua della nave, lato dritto, c'è una biscaggina. Lei sale su quella biscaggina e va e parli a voce più alta, metta la mano davanti al microfono e parla a voce alta. Chiaro? Con la scialuppa, fallo venire un attimo. La porto veramente molto male, faccio passare l'anima dei guai. Vado a bordo, cazzo! Comandante, sto qua per coordinare i soccorsi. Che sta coordinando lì? Vado a bordo, mi coordini i soccorsi da bordo. Lei si rifiuta? No, non mi sto rifiutando. Lei si sta rifiutando di andare a bordo, comandante? No,
E mi dica qual è il motivo per cui non ci va. Sto andando perché ci sta l'altra lancia che si è fermata. Lei vada a bordo, è un ordine, lei non deve fare altre valutazioni, lei ha dichiarato l'abbandono nave, adesso comando io, lei vada a bordo. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ ഹീറോസ് ജനിക്കുന്നത്. വെറും 800-ലധികം ആൾക്കാർ മാത്രമുള്ള ഒരു ദ്വീപ്. അന്ന് അവർക്കൊരു മാസീവ് റെസ്ക്യൂ ഓപ്പറേഷൻ്റെ ആദ്യ റെസ്പോണ്ടേഴ്സ് ആകേണ്ടി വന്നു. ഒരു ഗ്രാമത്തിലെ ആൾക്കാരും കോസ്റ്റ് ഗാർഡും ചേർന്ന് 4252 പേരിൽ 4220 പേരെ രക്ഷിച്ചു. പക്ഷേ അന്ന് 32 പേർക്ക് ജീവൻ വെടിയേണ്ടി വന്നു. ഭൂരിഭാഗം ആൾക്കാരുടെ ശവശരീരങ്ങൾ അടുത്ത 2 ആഴ്ചക്കുള്ളിൽ കിട്ടി. പക്ഷേ ഒരു ഇന്ത്യൻ ജീവനക്കാരൻ റുസേൽ റുബേലോ എന്ന് പറഞ്ഞ ഒരാളുടെ ശവശരീരം ലഭിച്ചത് 2 വർഷത്തിന് ശേഷം. കോസ്റ്റ കോൺകോർഡിയ തിരിച്ചു പൊക്കിയതിന് ശേഷം ഒരു ക്യാബിനിലാണ് അദ്ദേഹത്തിന് മൃതശരീരം കിട്ടിയത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ മറൈൻ സാൽവേജ് ഓപ്പറേഷനാണ് പിന്നീട് നടന്നത്. 1.25 ലക്ഷത്തോളം ടൺ ഭാരമുള്ള കപ്പൽ ഉയർത്തുക എന്ന അതിദുഷ്കരമായ ടാസ്ക്. അൺസ്റ്റേബിൾ അല്ലാത്ത ഒരു റോക്ക് ഫോർമേഷൻ, വളരെ സെൻസിറ്റീവായ മറൈൻ എക്കോസിസ്റ്റം, ജിലിയോ ദ്വീപിൻ്റെ പ്രിസ്റ്റീനായിട്ടുള്ള പവിഴപ്പുറ്റുകൾ. ഒരു ചെറിയ കയ്യബദ്ധം, ഒരു ആക്സിഡൻറ്റ് മതി ഒരു മറൈൻ എക്കോസിസ്റ്റം ഫുള്ളി നശിക്കാൻ, ഒരു എൻവയോൺമെൻറ്റൽ കാറ്റാസ്ട്രോഫി ഉണ്ടാവാൻ. പിന്നീട് ലോകം ഒരു എൻജിനീയറിംഗ് മിറാക്കിൾ കാണാൻ തുടങ്ങി. ആദ്യത്തെ ദൗത്യം ഷിപ്പിൻ്റെ ഫ്യൂവൽ കംപ്ലീറ്റ് ആയിട്ട് മാറ്റുക എന്നതാണ്, ഒരു ഓയിൽ സ്പിൽ ഉണ്ടാവാതെ. ഡച്ച് കമ്പനിയായ SMIT ആണ് ഈ ദൗത്യം ഏറ്റെടുത്തത്. ഫെബ്രുവരി 12-ന് ജോലി തുടങ്ങി 2.5 മാസം എടുത്താണ് കപ്പലിലെ മുഴുവൻ ഫ്യൂവലും മാറ്റിയത്. മെഡിറ്ററേനിയനിലെ തണുത്ത കാലാവസ്ഥയിൽ ഫ്യൂവൽ കംപ്ലീറ്റ്ലി സോൾഡ് ആവാൻ തുടങ്ങി. ഹീറ്ററും പമ്പ് ഉപയോഗിച്ച് 2.5 മാസം കഷ്ടപ്പെട്ടാണ് ഫ്യൂവൽ ഫുള്ളായിട്ട് മാറ്റാൻ സാധിച്ചത്, ഒരു തുള്ളി പോലും ഓയിൽ സ്പില്ലില്ലാതെ. 2013 സെപ്റ്റംബർ 16-നാണ് കപ്പൽ ഉയർത്താനുള്ള ടാസ്ക് ആരംഭിച്ചത്. അതീവ ദുഷ്കരമായ സാൽവേജ് ഓപ്പറേഷൻ. നിക് സ്ലോവേൻ എന്ന സൗത്ത് ആഫ്രിക്കൻ സാൽവേജ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ പാരാബക്ലിംഗ് എന്ന് പറഞ്ഞ പ്രൊസീജിയർ ഉപയോഗിച്ചാണ് ഷിപ്പ് ഉയർത്തിയത്. ബോയൻ റാഫ്റ്റ്, മാസീവ് സ്റ്റീൽ കേബിൾസ് ഇതെല്ലാം ഉപയോഗിച്ചാണ് ഷിപ്പ് അപ്രൈറ്റ് ചെയ്യാൻ തുടങ്ങിയത്. 17 മണിക്കൂർ ലോകം ലൈവായി കണ്ടു ആ സാൽവേജ് ഓപ്പറേഷൻ. ഒടുവിൽ 922 ദിവസം കടലിനടിയിൽ കിടന്ന ശേഷം കോസ്റ്റ കോൺകോർഡിയ അപ്രൈറ്റ് ആയി. പിന്നീട് യാത്രയായിരുന്നു. കോസ്റ്റ കോൺകോർഡിയയുടെ അവസാനത്തെ യാത്ര ജനോവയിലെ സ്ക്രാപ്പ് യാർഡിലേക്ക്. മണിക്കൂറിൽ വെറും 4 km/h സ്പീഡിൽ 14 വെസലിന്റെ അകമ്പടിയോടെ കോസ്റ്റ കോൺകോർഡിയ അവസാനത്തെ യാത്രയായി. സാൽവേജ് ഓപ്പറേഷന്റെ ടോട്ടൽ കോസ്റ്റ് $2 ബില്യൺ, 18,000 കോടി രൂപ. ആ കപ്പൽ നിർമ്മിക്കാനെടുത്തതിന്റെ 3 ഇരട്ടി തുക. ഒരു ക്യാപ്റ്റന്റെ ഹലോ കാരണം നഷ്ടമായത് 32 ജീവനും 18,000 കോടി രൂപയും. ട്രയൽ ആൻഡ് ജസ്റ്റിസ്. 2013 ജൂലൈയിലാണ് ട്രയൽ ആരംഭിക്കുന്നത്. 19 മാസത്തോളം നീണ്ടുനിന്നു ഈ ട്രയൽ. കെറ്റിനോയ്ക്കെതിരെ ചാർജ് ചെയ്ത ചാർജ് ഷീറ്റിൽ ഇതായിരുന്നു: മൾട്ടിപ്പിൾ കൗണ്ട്സ് ഓഫ് മാൻസ്ലോട്ടർ 32 മരണത്തിന് കാരണം, 10 വർഷം. കോസിംഗ് ഷിപ്പ് റെക്ക് 5 വർഷം. ഷിപ്പ് അബാൻഡൻ ചെയ്തത് പാസഞ്ചേഴ്സിനെ കൂട്ടാതെ 1 വർഷം. അതോറിറ്റീസുമായിട്ട് കോസ്റ്റ് ഗാർഡുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താതിരുന്നതിന് 1 മാസം. ടോട്ടൽ 16 വർഷവും 1 മാസവും ശിക്ഷ. ഇറ്റലിയിലെ ഏറ്റവും ഉന്നത കോർട്ട് ഇദ്ദേഹത്തിന് വേർഡിക്റ്റ് അപ്രൂവ് ചെയ്തു. 2017-ൽ സ്കെറ്റിനോയുടെ അവസാന അപ്പീൽ നിരാകരിച്ചു. ഒരു ക്യാപ്റ്റന്റെ ഒരു ഹലോയ്ക്ക് വേണ്ടി അഹങ്കാരം കൊണ്ട് മാത്രം നഷ്ടപ്പെട്ടത് 32 ജീവനുകൾ. കോസ്റ്റ കോൺകോർഡിയ ഒരു കപ്പലിന്റെ മാത്രം കഥയല്ല, അതിലെ 4252 ജീവനുകളുടെ കഥ കൂടിയാണ്. ഒരൊറ്റ നിമിഷത്തെ അഹങ്കാരം കൊണ്ട് പല ജീവനുകൾ നഷ്ടമായ കഥയാണ്. ഒരു ദ്വീപ് മുഴുവൻ ഒറ്റയ്ക്ക് നിന്ന് 4500 ആൾക്കാരെ രക്ഷപ്പെടുത്തിയതിന്റെ കഥയാണ്. ആ കപ്പലിലെ മരിച്ചുപോയ ജീവനക്കാരുടെ കഥയാണ്. അന്യോന്യം രക്ഷപ്പെടുത്തിയ പാസഞ്ചേഴ്സിന്റെ കഥയാണ്. ഇനി ഒരു ക്രൂസ് ഷിപ്പ് അല്ലെ ഒരു കപ്പൽ കടന്നു പോകുമ്പോൾ ചിന്തിക്കുക, ആ സ്റ്റീൽ കപ്പലിനുള്ളിൽ കുറെ മനുഷ്യരുണ്ട്. അതിലെ ചില ആൾക്കാരുടെ ഡിസിഷന് പല ജീവിതങ്ങൾ മാറ്റിമറിക്കാനുള്ള കഴിവുണ്ട്.